എന്നാലും രാഷ്ട്രസേവനത്തിൽ നിന്ന് പൂർണ്ണമായി അങ്ങോട്ട് വിട്ടുപോകാൻ ഒരു മനപ്രയാസം. വർമ്മ സാറേ, എന്തായാലും ഇങ്ങനെ ഇരുന്നാ പോരല്ലോ. അതൊരു പരാജയമായി പോവില്ലേ? എന്താ വർമ്മ സാറിന്റെ മനസ്സിലെ പ്ലാൻ? മനസ്സ് മരവിച്ച് പോയി സാറേ. ഞാൻ ഇനി രാഷ്ട്രീയത്തിലേക്കില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? ഇതിലും വലിയ പ്രതിസന്ധികളെയും ശത്രുക്കളെയും ഒക്കെ നമ്മൾ നേരിട്ടതല്ലേ? അങ്ങനെ നേരിട്ടിട്ടല്ലേ നമ്മളിവിടെ വരെ എത്തിയത്. ആ പടപ്പുറപ്പാടിന്റെ ആരവങ്ങളും അലയൊലികളും നമ്മുടെ മനസ്സിലില്ലേ സാറേ? തോറ്റ് പിന്മാറരുത്. സാർ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇനി പൊളിറ്റിക്സിലേക്കില്ല. എന്നാ ഞാൻ മറ്റൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കട്ടെ. ഒരു ലയനമായാലോ? അവരാവശ്യപ്പെടുന്നുണ്ട്. ആര്? നമ്മുടെ എതിർ പാർട്ടിക്കാര്. അതിലും ഭേദം ആത്മഹത്യ ചെയ്യല്ലേ സാറേ നല്ലത്. ആ, അടിയുറച്ച് വിശ്വസിച്ച ഒരു ആദർശത്തിന്റെ പേരിലല്ലേ സാർ നമ്മളൊക്കെ ഈ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. അതൊക്കെ ഉത്തരത്തിൽ കയറ്റി വെച്ച് നമ്മൾ ആർക്കെതിരെ പടപൊരുതിയോ അവരുടെ കൂടെ പോകാനോ? സാറിന് ഇതൊക്കെ എങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നു സാർ? ആ ഓളി ഇത്തിരി കൂട്ടിക്ക്. തെരഞ്ഞെടുപ്പ് വാർത്തകളാ. സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 14 നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവായിരിക്കുന്നു. 23 വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ഓ, ഇനി ദിവസങ്ങളില്ല. എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ വർമ്മ സാറേ. ഞാൻ ഒരു തീരുമാനത്തിനുമില്ല. ഇപ്പോൾ ജനസേവന മുന്നണിയുടെ പ്രതിനിധിയായി നിന്നുകൊണ്ട് പാർട്ടി പ്രസിഡന്റ് ശ്രീ അനന്തപിള്ള സംസാരിക്കുന്നു. അനന്തപിള്ളയുടെ വാർത്താ സമ്മേളനമാണ് നടക്കാൻ പോകുന്നത്. പ്രതാപൻ മാറിയ ഒഴിവിലേ അയാളങ്ങ് മിന്നിത്തിളങ്ങോ? മിന്നിത്തിളങ്ങട്ടെന്നേ. ഇനി എത്ര കാലത്തേക്കെന്നാ? തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞിരിക്കുകയാണ്. അഴിമതിക്കാരെയും സ്വജനപക്ഷക്കാരെയും അക്രമകാരികളെയും ഒക്കെ ഞങ്ങൾ മാറ്റി അങ്ങനെ ഒരു ജനസേവാ മുന്നണി ഈ തിരഞ്ഞെടുപ്പ് നേരിടുകയാണ്. അവന്റെ ഒരു ജനസേവന മുന്നണി. സർവ മേഖലകളിലും അഴിമതിയും കുടുംബവാഴ്ചയും നടത്തിയ രാഷ്ട്രീയ നേതാക്കളെയൊക്കെ ഞങ്ങൾ ഈ പാർട്ടിയിൽ നിന്ന് തൂത്തെറിഞ്ഞു കഴിഞ്ഞു. പുതിയ പുതിയ വാഗ്ദാനങ്ങളും പ്രകടന പത്രികയുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. 100-ലധികം സീറ്റുകൾ നേടി ഞങ്ങൾ അധികാരത്തിലേക്ക് എത്തും എന്നുള്ള കാര്യത്തില് ആർക്കും ഒരു സംശയവുമില്ല. ആദ്യം സൂര്യമംഗലം കുടുംബക്കാരുടെ തേർവാഴ്ച. മഹാദേവവർമ്മയുടെ അനുയായിയായി വന്ന പ്രതാപവർമ്മയുടെയും അയാളുടെ പെങ്ങളുടെയും അഴിമതിയിൽ കുളിച്ച കുടുംബവാഴ്ച. ജനം പൊറുതിമുട്ടിയിരിക്കുകയാണ്. ആ ടി വി ഒന്ന് ഓഫ് ചെയ്യിച്ച്. ശല്യം. ഇത്തരം അപവാദങ്ങളും കുപ്രചരണങ്ങളും നടത്തുമ്പോൾ നമ്മൾ പരാജയപ്പെട്ട് മാറി നിൽക്കുന്നത് ശരിയല്ല സാറേ. സർ പ്ലീസ്, ഞാനില്ല, ഒന്നിനുമില്ല. ഇത്രയും കാലം പൊതുജനങ്ങൾക്ക് വേണ്ടി നന്മകൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്റെ മനസാക്ഷി ഞാൻ ചതിക്കില്ല. കറ പുരളാത്ത കൈകളാ എന്റേത്. കളങ്കമില്ലാത്ത മനസ്സുമായി ഞാനങ്ങ് പിന്മാറുക. അവര് കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞ നമ്മള് വെയിറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ? നമുക്ക് പോകരുതോ? അത് ശരിയല്ലല്ലോ. ഈ ജില്ലയിലെ പരമാധികാരിയല്ലേ കളക്ടർ. അവരെ കാണാനുള്ള അവകാശം നമുക്കും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കും ഉണ്ട്. കാണാൻ സമയമില്ലെന്നൊക്കെ പറഞ്ഞ് ഒഴിയുന്നത് ശരിയല്ല. കാണാൻ വന്നതുകൊണ്ട് നമ്മൾ എന്തായാലും അവരെ കണ്ടിട്ടേ പോവും. ഋതു, അവർ ഡിസ്ട്രിക്ട് കളക്ടറാണ്. നമ്മൾ അവരോട് കയറി വെറുതെ വഴക്കിനൊന്നും പോകണ്ട. അതിന് നമ്മൾ വഴക്കിന് വന്നതാണെന്ന് രാജുവിനോട് ആരാ പറഞ്ഞത്? നമ്മൾ നീതി തേടി വന്നവരാ. ന്യായം നമ്മുടെ ഭാഗത്തായതുകൊണ്ട് നമുക്കത് കിട്ടിയേ പറ്റൂ. ഇല്ലെങ്കിൽ അത് കിട്ടാൻ വേണ്ടി അങ്ങ് സുപ്രീം കോർട്ട് വരെ നമ്മൾ പോവും. ഋതു, അവര് തിരക്കായതുകൊണ്ട് നമുക്ക് ഈ പ്രശ്നം നാളത്തേക്ക് വെച്ചൂടെ? 10 മിനിറ്റ് നേരത്തെ അപ്പോയിന്റ്മെന്റ് നമുക്ക് തരാനില്ലെങ്കിൽ അവരൊരു ജില്ലാ കളക്ടർ അല്ല.
ഒരു പ്രശ്നം ഒഴിവാക്കല്ലേ നല്ലത്. അതിന് ആര് പ്രശ്നം ഉണ്ടാക്കുന്നു? നമ്മളൊരു പ്രശ്നം ന്യായമായി പരിഹരിക്കാന് കളക്ടർ തേടി വന്നത്. കളക്ടർക്ക് ബോധ്യമാകാത്ത കാര്യങ്ങള് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി. ഒരാൾ ഫോൺ ചെയ്ത് എന്നെ അറിയിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. കളക്ടർ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് സൗകര്യമുള്ളപ്പോ ഒന്ന് കാണാം. അച്ഛൻ ബാല്യകാലം മുതല് സോഷ്യൽ വർക്കറും പിന്നെ MLA യും മന്ത്രിയൊക്കെ ആയിരുന്ന ആളല്ലേ. അച്ഛനോട് ഇതിന് ഞാൻ എങ്ങനെയാ മറുപടി പറയുന്നത്? കളക്ടർ അവരുടെ സൗകര്യത്തിന് മാത്രമല്ല സർവീസ് ചെയ്യേണ്ടത്, നമ്മുടെയും കൂടി സൗകര്യത്തിനായിരിക്കണം. പക്ഷെ ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ പഠിച്ചിറങ്ങിയവര് ആദ്യം അറിയേണ്ടത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമാണ്. പിന്നെ പഠിക്കേണ്ടത് എത്തിക്സും വാല്യൂസും ആണ്. ഒരു നല്ല സിവിൽ സർവന്റ് എങ്ങനെയാവണമെന്ന് IAS കാരിയായി അവർക്കറിയില്ലെങ്കിൽ അവരെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. ദൈവമേ, എന്റെ മോൾക്ക് ഇത്രയും അറിവുണ്ടായിരുന്നു. ഞാൻ എന്റെ മകളെ തിരിച്ചറിഞ്ഞില്ലല്ലോ. ഒരു IAS കാരിക്ക് വേണ്ടത് പവർ മാത്രമല്ല, റെസ്പോൺസിബിലിറ്റിയാ. ആരായാലും നിയമത്തിന് മുന്നിൽ ഒരുപോലെയാണ് അച്ഛ. അപ്പൊ നീ രണ്ടും കൽപ്പിച്ചാ നിൽക്കുന്നതല്ലേ? കാണണമെന്ന് വിചാരിച്ച കണ്ടിട്ട് പോകുന്നതല്ലേ അച്ഛ ഒരു നേരായ രീതി. എന്റെ അച്ഛൻ അങ്ങനെയല്ലേ. ഓൾ ദി ബെസ്റ്റ്. പുലിയായിരുന്നു അല്ലേ? അതൊരു സിനിമയിലുള്ളതല്ലേ. ഉം.